നമസ്കാരം. പുതുതായി US പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപ് എടുത്ത 3 ശബ്ദങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചിരുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തീർക്കുമെന്നതായിരുന്നു പ്രധാന പ്രതിജ്ഞ. US തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തുമ്പോഴേ ട്രംപ് ഇക്കാര്യം വാഗ്ദാനം ചെയ്തിരുന്നതാണ്. മധ്യേഷ്യയിൽ നടക്കുന്ന കുഴപ്പങ്ങൾ അവസാനിപ്പിക്കുമെന്നതായിരുന്നു ട്രംപ് എടുത്ത മറ്റൊരു ശപഥം. മൂന്നാം ലോക മഹായുദ്ധം എന്ത് വില കൊടുത്തും തടയുമെന്നതായിരുന്നു മൂന്നാമത്തെ ശപഥം. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ നിരവധി പരിഷ്കരണങ്ങളാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 200ഓളം ഉത്തരവുകളാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പുറത്തിറങ്ങിയത്. കുടിയേറ്റ നിയമങ്ങൾ മുതൽ ലിംഗസമത്വം വരെയുള്ള നിരവധി മേഖലകളിലാണ് ട്രംപ് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ ചരിത്രപരമായ നിരവധി പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയാണെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. അമേരിക്കയിലെ പല സ്ഥാപനങ്ങൾക്കും പുതിയ പേരുകൾ നൽകുകയും ചിലതിന്റെ പഴയ പേരുകൾ തിരികെ നൽകുകയും ചെയ്തു. ട്രംപിന്റെ 10ഓളം ഉത്തരവുകൾ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടതായിരുന്നു. കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സിനെയും ട്രംപ് തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ അമേരിക്കയിൽ സ്ത്രീയും പുരുഷനും എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ജോ ബൈഡൻ ഭരണകൂടം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിരവധി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഇനി മുതൽ ഗൾഫ് ഓഫ് അമേരിക്ക എന്നായിരിക്കും. ഗൾഫ് ഓഫ് അമേരിക്ക എന്നത് എത്ര മനോഹരമായ വാക്കാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്നാൽ ഈ തീരുമാനം മെക്സിക്കോയുടെ ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മെക്സിക്കൻ പ്രസിഡന്റും ഇക്കാര്യത്തിൽ കടുത്ത വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. ടിക്ടോക്കിനെ അമേരിക്കയിൽ നിലനിർത്താനാണ് അടുത്ത തീരുമാനം. സുപ്രീം കോടതി വിധിയെ മറികടന്നാണ് ട്രംപ് ടിക്ടോക്കിന്റെ രക്ഷകനായി മാറുന്നത്. കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യുവജനങ്ങളുടെ വോട്ടുകൾ തനിക്ക് നേടാൻ ടിക്ടോക്ക് സഹായകമായി എന്ന ട്രംപിന്റെ ചിന്തയാണ് ഇതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ ചൈനീസ് ആപ്പ് ചൈന ചാരപ്രവർത്തനം നടത്താനായി ഉപയോഗിക്കുന്നു എന്നാണ് ട്രംപിന്റെ എതിരാളികൾ കുറ്റപ്പെടുത്തുന്നത്. ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ടിക്ടോക്ക് സിഇഒയുമായ ഷൂസി ച്യൂവും പങ്കെടുത്തിരുന്നു. അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത മേഖലകളിൽ ഇനി മുതൽ പണം നൽകേണ്ടതില്ലെന്നും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പല സംഘടനകൾക്കും അമേരിക്ക ഇനി മുതൽ ധനസഹായം നൽകില്ല. ഗാസയിൽ പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും. ഭീകര സംഘടനയായ ഹമാസുമായി ഈ പ്രസ്ഥാനത്തിന് ബന്ധമുള്ളതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. അമേരിക്കയിൽ ജനിച്ചാൽ ഓട്ടോമാറ്റിക്കലി പൗരത്വം ലഭിക്കുന്നതും റദ്ദാക്കി. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ വ്യക്തികളുടെ മക്കൾക്ക് അമേരിക്കയിൽ വെച്ചാണ് ജനനമെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കുന്നതും റദ്ദാക്കിയിട്ടുണ്ട്. അമേരിക്കയിലെ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കാനുള്ളതാണ് മറ്റൊരു തീരുമാനം. ഇതിനായി അടിയന്തര അവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനധികൃതമായി കടന്നു കയറിയവരെ തിരിച്ചയക്കാൻ വേണ്ടി വന്നാൽ സൈന്യത്തെ നിയോഗിക്കുമെന്നും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ അലാസ്കയിലെ ഡെനാലി പർവ്വതത്തിന്റെ പേര് വീണ്ടും പഴയ പേരായി മൗണ്ട് മെക്കൻലി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. 2015 പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമയാണ് പർവ്വതത്തിന്റെ പേര് മാറ്റിയിരുന്നത്.